നമ്മൾ റിവിഷൻ സീരീസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മൂന്നാമത്തെ ടെസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. 1. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലിയാണ് ഗോത്തിക് ശൈലി. വാസ്തുവിദ്യാ ശൈലിയാണ് ഗോത്തിക് ശൈലി. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇന്ത്യയിലെ ഗോത്തിക് ശൈലിയിൽ പോർച്ചുഗീസുകാർ പണികഴിപ്പിച്ച പള്ളിയാണ് ബോം ജീസസ് പള്ളി. ബോം ജീസസ് പള്ളി ഇന്ത്യയിൽ ഗോത്തിക ശൈലിയിൽ പോർച്ചുഗീസുകാർ പണികഴിപ്പിച്ച പള്ളിയാണ്. അതും ശരിയാണ്. ബോം ജീസസ് പള്ളി സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. അത് തെറ്റാണ്. ക്രിസ്തീയ കലാരൂപമായ ചവിട്ടുനാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഓപ്ഷൻ ഡി ആണ് ശരി. 1, 2, 4 എന്നിവ. 1, 2, 4 എന്നിവ. അടുത്ത ചോദ്യം. ഒന്നാം കേരള മന്ത്രിസഭയിൽ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും തന്നിരിക്കുന്നു. തെറ്റായ ജോഡി ഏത്? ഇതിൽ ധനകാര്യം സി അച്യുതമേനോനാണ്. തൊഴിൽ ടി.വി. തോമസ് ആണ്. വ്യവസായം കെ.സി. ജോർജ് തെറ്റാണ്. ഭക്ഷ്യം കെ.ആർ. ഗൗരിയമ്മ തെറ്റാണ്. വിദ്യാഭ്യാസം ജോസഫ് മുണ്ടശ്ശേരി. ഓക്കെ, അപ്പൊ ഇവിടെ 3ഉം 4ഉം ആണ് തെറ്റായത്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. തന്നിരിക്കുന്നവയിൽ നിന്നും ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ. 2. 1936 നവംബർ 12-നാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആണ്. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നു. ഈ തന്നിരിക്കുന്നതിൽ എല്ലാം തന്നെ ശരിയാണ്. 1936 നവംബർ 12-നാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആണ്. അത് പുറപ്പെടുവിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ഓപ്ഷൻ എ എല്ലാം ശരിയാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത്? 1. യാചനയാത്ര തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ. പട്ടിണിജാഥ കണ്ണൂർ മുതൽ മദ്രാസ് വരെ. സവർണജാഥ വൈക്കം മുതൽ തിരുവനന്തപുരം വരെ. രാജധാനി യാത്ര തമ്പാനൂർ മുതൽ കവടിയാർ വരെ. ഇവിടെ തന്നിരിക്കുന്ന എല്ലാം ശരിയാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. യാചനയാത്ര തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ, പട്ടിണിജാഥ കണ്ണൂർ മുതൽ മദ്രാസ് വരെ, സവർണജാഥ വൈക്കം മുതൽ തിരുവനന്തപുരം വരെ, രാജധാനി യാത്ര തമ്പാനൂർ മുതൽ കവടിയാർ വരെ. അടുത്ത ചോദ്യം. തന്നിരിക്കുന്ന വസ്തുതകളിൽ നിന്നും വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ജന്മി കുടിയാൻ വിളംബരം നടത്തി. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മന്ദിരം പണികഴിപ്പിച്ചു. 1874 തിരുവനന്തപുരത്ത് നിയമവിദ്യാഭ്യാസം ആരംഭിച്ചു. ഇത് ചെയ്തത് ആരാണെന്നാണ് ചോദ്യം. പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ആയില്യം തിരുനാളാണ് കേട്ടോ. അപ്പൊ ഓപ്ഷൻ ബി ആയില്യം തിരുനാളാണ് ഇവിടെ ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഏറ്റവും കൂടുതൽ കൈത്തറി ശാലകൾ ഉള്ള ജില്ലയാണ് കണ്ണൂർ. ഏറ്റവും കൂടുതൽ കൈത്തറി ശാലകൾ ഉള്ള ജില്ലയാണ് കണ്ണൂർ. കൈത്തറി മേഖലയുടെ മേൽനോട്ടം വഹിക്കുന്നത് കേരള സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷൻ ആണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്.
ഹാൻഡ് വീവിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. തെറ്റാണ്. ഓപ്ഷൻ 1 and 2 1ഉം 2ഉം എന്നുള്ളതാണ് ശരിയായത്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, വിങ്സ് ഓഫ് ഫയർ എന്ന ആത്മകഥ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിങ്സ് ഓഫ് ഫയർ ഡോക്ടർ APJ അബ്ദുൽ കലാം. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്തത്, 2021 സാഹിത്യ നോബൽ ജേതാവ്. 2021 സാഹിത്യ നോബൽ ജേതാവ് അബ്ദുൾ റസാഖ് ഗുർണയാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ സി, അബ്ദുൾ റസാഖ് ഗുർണ. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും പശ്ചിമതീര തുറമുഖം തിരഞ്ഞെടുക്കുക. 1 വിശാഖപട്ടണം. പശ്ചിമതീര തുറമുഖം ഘട്ടം തിരഞ്ഞെടുക്കുക. വിശാഖപട്ടണം, മുംബൈ, ദീൻ ദയാൽ, പാരാദീപ്. ഇതില് ഓപ്ഷൻ 2ഉം 3ഉം ആണ് പശ്ചിമതീര തുറമുഖം എന്ന് പറയുന്നത്. 2ഉം 3ഉം, മുംബൈയും ദീൻ ദയാലും. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ സി. അടുത്തത്, 8ാമത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അരുൺ കുമാർ മിശ്രയാണ് കേട്ടോ. അരുൺ കുമാർ മിശ്ര. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനയിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. 1 യൂണിറ്റ് വ്യാപ്തത്തിലുള്ള പദാർത്ഥത്തിന്റെ പിണ്ഡമാണ് സാന്ദ്രത. ശരിയാണ് അല്ലെ? യൂണിറ്റ് വ്യാപ്തത്തിലുള്ള പദാർത്ഥത്തിന്റെ പിണ്ഡമാണ് സാന്ദ്രത. ഖരം, ദ്രാവകം എന്നിവയെ അപേക്ഷിച്ച് വാതകങ്ങൾക്ക് സാന്ദ്രത കുറവാണ്. ശരിയാണ്. ഏറ്റവും സാന്ദ്രത കൂടിയ ദ്രാവകമാണ് മെർക്കുറി. അതും ശരിയാണ്. ഓപ്ഷൻ സി ആണ് ശരിയായത്. 1, 2, 3 എന്നിവ 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അടുത്ത ചോദ്യം, സമ്പർക്ക പ്രക്രിയ വഴി വ്യാവസായികമായി നിർമ്മിക്കുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ദ്രാവകങ്ങളുടെ ഉപരിതലത്തിൽ അനുഭവപ്പെടുന്ന ബലമാണ് പ്രതല ബലം. ശരിയാണ്. പ്രതല ബലത്തിന് അടിസ്ഥാനം ദ്രാവക തന്മാത്രകളുടെ കൊഹിഷൻ ആണ്. അതും ശരിയാണ്. പ്രതല ബലം അനുഭവപ്പെടുന്നത് പ്രതലത്തിന് സമാന്തരമായിട്ടാണ്. ശരിയാണ്. മഴത്തുള്ളികൾ ഗോളാകൃതിക്ക് കാരണം പ്രതല ബലമാണ്. അതും ശരിയാണ്. 13 എല്ലാം ശരിയാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിലുള്ള ഒരു ലോഹ മൂലകമാണ് എന്തെന്ന് പറയുന്നത്? ബ്രോമിൻ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, മൂലകങ്ങളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തന്നിരിക്കുന്നു. തെറ്റായ ജോഡി. സിലിക്കൺ, സിലിക്കോസിസ്. മെർക്കുറി, മിനമാത്ത. ലെഡ്, പ്ലബിസം. കാഡ്മിയം, വിൽസൺ രോഗം. പൊട്ടാസ്യം, ഹൈപ്പോകലാമി. ഇവിടെ ഓപ്ഷൻ 4 മാത്രമാണ് ഇവിടെ തെറ്റായ ജോഡി. കാഡ്മിയം കാരണം ഉണ്ടാവുന്ന രോഗമാണ് ഇറ്റ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഓപ്ഷൻ എ ആണ്. 4 മാത്രമാണ് ഇവിടുത്തെ തെറ്റായ ഓപ്ഷൻ. അടുത്ത്, മൂലകങ്ങളും അവയുടെ പ്രതീകങ്ങളും തന്നിരിക്കുന്നു. ശരിയായ ജോഡി ഏത്? സ്വർണം Ag ആണ്. ശരിയാണ്. അയൺ Fe. ശരിയാണ്. സിൽവർ Au. ടിൻ Sn. മെർക്കുറി Hg. ഇതില് ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതില് സ്വർണം Ag ആണ് തന്നിരിക്കുന്നത്. നമുക്ക് അറിയാം Ag അർജന്റ് ആണ്, സിൽവറിന്റെ ആണ്. Au ആണ് സ്വർണത്തിന്റെ പ്രതീകം എന്ന് പറയുന്നത്. അപ്പൊ 1 തെറ്റാണ്. അയൺ Fe ശരിയാണ്. സിൽവർ
എയും. അത് തെറ്റാണ്. ടിന്നും ശരിയാണ്. മെർക്കുറി ശരിയാണ്. അപ്പൊ ഇവിടെ നമുക്ക് 2, 4, 5 ആണ് ഇവിടെ ശരിയായ ഓപ്ഷൻ. 2, 4, 5. അടുത്തത്, തന്നിരിക്കുന്നവയിൽ അലസവാതകമല്ലാത്തത് ഏത്? തന്നിരിക്കുന്നവയിൽ അലസവാതകമല്ലാത്തത് ഏത്? സിനോൺ, ഹീലിയം, ഗാലിയം, റെഡോൺ. ഇവിടെ അലസവാതകം അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഗാലിയം എന്തല്ല? അലസവാതകമല്ല. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. 3 മാത്രമാണ് ഇവിടെ അലസവാതകമല്ലാത്തത്. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, അമോണിയ വാതകം ഈർപ്പരഹിതമാക്കുന്നതിന് ഉപയോഗിക്കുന്നത് ഏതാണ്? കാൽഷ്യം ഓക്സൈഡ് ആണ് കേട്ടോ. കാൽഷ്യം ഓക്സൈഡ് ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഡി ആണ് കേട്ടോ. ടൈറ്റാനിയം ആണ് ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത്. ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം. അടുത്തത്, തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. ശരിയാണ്. ഓക്സിജൻ വാതകം കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി ആണ്. ശരിയാണ്. ഓക്സിജൻ എന്ന പേര് നിർദ്ദേശിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. തെറ്റാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകമാണ് ഓക്സിജൻ. ഓപ്ഷൻ 1, 2, 4 ശരിയാണ്. ഓപ്ഷൻ സി. ഇവിടെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, പ്രാഥമിക വർണ്ണമല്ലാത്തത് ഏതാ? ഗ്രീൻ, നീല, ചുവപ്പ്. പച്ച, നീല, ചുവപ്പാണ് പ്രാഥമിക വർണ്ണം. മഞ്ഞ പ്രാഥമിക വർണ്ണമല്ല. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1, വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. നിലവിൽ 6 തരത്തിലുള്ള മൗലികാവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണയിലുള്ളത്. ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഭാഗം 3-ലാണ്. മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടന്റെ ഭരണഘടനയിൽ നിന്നാണ്. ഇതില് ബ്രിട്ടന്റെ ഭരണഘടനയിൽ നിന്നല്ല, അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ 1, 2, 3 ശരി. സി ആണ് ശരിയായ ഉത്തരം. അടുത്തത്, ഇൻഡക്ടറിന്റെ യൂണിറ്റ് എന്താണെന്നാണ് ചോദിക്കുക. ഇൻഡക്ടറിന്റെ യൂണിറ്റ് ഹെൻറി ആണ് കേട്ടോ. ഹെൻറി. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ബംഗാളിലെ ആദ്യത്തെ റോബർട്ട് ക്ലൈവ് ഗവർണറാണ്. ആദ്യത്തെ ഗവർണറാണ് ആര്? റോബർട്ട് ക്ലൈവ് എന്ന് പറയുന്നത്. ശരിയാണ്. ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഗവർണറാണ് റോബർട്ട് ക്ലൈവ്. ദ്വിഭരണം ഏർപ്പെടുത്തിയത് ബംഗാളിൽ റോബർട്ട് ക്ലൈവ് ആണ്. അതും ശരിയാണ്. റോബർട്ട് ക്ലൈവ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ അക്ബർ എന്നറിയപ്പെടുന്നു. തെറ്റാണ്. പീറ്റ്സ് ഇന്ത്യ നിയമം പാസാക്കിയത് റോബർട്ട് ക്ലൈവ് ഗവർണർ ആയിരുന്ന കാലത്തായിരുന്നു. അതും തെറ്റാണ്. 1ഉം 2ഉം മാത്രമാണ് ശരി. 1, 2. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, പാചകവാതകത്തിന് ഗന്ധം കിട്ടാൻ ചേർക്കുന്ന പദാർത്ഥമാണ്. പാചകവാതകത്തിന് സാധാരണ ഗന്ധമില്ല. അപ്പൊ അതെങ്ങനെ ലീക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കില്ല. അപ്പൊ അത് ലീക്ക് ആയാൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ഈഥെയ്ൽ മെർകാപ്റ്റൻ. ഏതാണ്? ഈഥെയ്ൽ മെർകാപ്റ്റൻ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്തത്, കലോറിക് മൂല്യം ഏറ്റവും കൂടുതലുള്ള ഇന്ധനമാണ്. കലോറിക് മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനമാണ് ഏതെന്ന് പറയുന്നത്? ഹൈഡ്രജൻ ട്ടോ. ഏറ്റവും കൂടുതൽ എനർജി കിട്ടുന്ന ഇന്ധനം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. അപ്പൊ കലോറിക് മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനമാണ് ഹൈഡ്രജൻ. അടുത്തത്,
ഒരു ട്രാൻസ്ഫോമറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? അവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. 2 കോയിൽ ഉണ്ടാവും. പ്രൈമറി കോയിൽ ആൻഡ് സെക്കൻഡറി കോയിൽ. അവർ തമ്മിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 27 ബി. 28 ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഏതിലാണ്? ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് അലുമിനിയത്തിലൂടെയാണ് കേട്ടോ. അലുമിനിയത്തിലൂടെയാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. മഞ്ഞപ്പൂവ് ചുവന്ന പ്രകാശത്തിൽ ഏത് നിറത്തിൽ കാണപ്പെടും? മഞ്ഞപ്പൂവ് ചുവന്ന പ്രകാശത്തിൽ ഏത് നിറത്തിൽ കാണപ്പെടും? ചുവന്ന നിറത്തിലാണ് കാണപ്പെടുക. ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥയാണ് എന്ത്? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത്. ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥയാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ജീൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ജൊഹാൻസൺ ആണ്. ജീൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ജൊഹാൻസൺ. അടുത്ത ചോദ്യം. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാനത്തിന്റെ ഘടകമാണ് എന്ത്? കോശം. കോശത്തെ കുറിച്ചുള്ള പഠനമാണ് ഹിസ്റ്റോളജി. കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക് ആണ്. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ആന്റൺ വാൻ ലീവൻഹുക്ക്. ഇവിടെ ഓപ്ഷൻ 1, 3, 4 ആണ് ശരി. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 32 ഓപ്ഷൻ സി. അടുത്ത ചോദ്യം. ഫംഗസ് ബാധ മൂലം ഉണ്ടാകുന്ന ഒരു രോഗം. ഫംഗസ് ബാധ മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് എന്ത്? വട്ടച്ചൊറി. വട്ടച്ചൊറി ഫംഗസ് ബാധ മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ്. അടുത്ത ചോദ്യം. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. മനുഷ്യ ഹൃദയത്തിന് 4 അറകളുണ്ട്. ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണമാണ് പ്ലൂറ. ഹൃദയം ശരീരത്തിന്റെ പമ്പ് എന്നറിയപ്പെടുന്നു. രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയം. ഇവിടെ പ്ലൂറ എന്ന് പറയുന്നത് നമ്മളുടെ ലങ്സിന്റെ ആവരണമാണ്. ഓപ്ഷൻ 1, 3, 4 ആണ് ശരി. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ് ഏതാണെന്നാണ് ചോദ്യം. ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്, HCl. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ഏതാണ്? ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്നതാണ് ഏത്? ലൈസോസോം. ഓപ്ഷൻ ഡി ലൈസോസോം ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്നു. തന്നിരിക്കുന്നവയിൽ വാക്സിനേഷനിലൂടെ പ്രതിരോധ ശക്തി ആർജിക്കാൻ സാധിക്കാത്ത രോഗം ഏത്? സിക്കിൾ സെൽ അനിമിയാണ്. അത് ഒരു പാരമ്പര്യ രോഗമാണ്. അത് വാക്സിനേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രതിരോധ ശേഷി ആർജിക്കാൻ കഴിയില്ല. അടുത്ത ചോദ്യം. തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അന്ധരായ ആളുകൾ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടിയാണ് വൈറ്റ് കെയിൻ. അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായമാണ് ബ്രെയിൻ ലിപി. സ്നെല്ലർ ചാർട്ട് ഉപയോഗിക്കുന്നത് കാഴ്ച പരിശോധിക്കാനാണ്. ഇവിടെ തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് ഫീമർ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. ശരീരത്തിലെ ഏറ്റവും ബലമുള്ള അസ്ഥിയാണ് തുടയെല്ല്. ഇവിടെ
അസ്ഥിയാണ് തുടയെല്ല്. എല്ലുകൾക്ക് ഉറപ്പ് നൽകുന്ന വസ്തുവാണ് കാൽഷ്യം ഫോസ്ഫേറ്റ്. ഇവിടെ തന്നിരിക്കുന്നതിൽ 1, 2, 3 എല്ലാം എന്താണ്? ശരിയാണ്. ഏറ്റവും ബലമുള്ള അസ്ഥിയാണ് തുടയെല്ല് നമുക്ക് പറയാൻ പറ്റില്ല, തലയോട്ടിയാണ്. അപ്പോ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം ട്ടോ. 39 ഓപ്ഷൻ ഡി. അടുത്തത്, ജീവികളും അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നു. ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും തന്നിരിക്കുന്നു. തെറ്റായ ജോഡി. വിറ്റമിൻ എ നിശാന്തത, വൈറ്റമിൻ ബി ഗോയിറ്റർ, വൈറ്റമിൻ സി സ്കർവി, വൈറ്റമിൻ ഡി കണ. ഇവിടെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി വൈറ്റമിൻ ബി ആണ്, ഗോയിറ്റർ ആണ്, 2 മാത്രം. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ലക്ഷ്മി പ്ലാനം എന്നറിയപ്പെടുന്ന വിശാല പീഠഭൂമി ഏത് ഗ്രഹത്തിലാണ്? ലക്ഷ്മി പ്ലാനം എന്നറിയപ്പെടുന്ന വിശാല പീഠഭൂമി ഏത് ഗ്രഹത്തിലാണ്? ഓപ്ഷൻ എ ശുക്രനാണ് ശരിയായ ഉത്തരം. താഴെ തന്നിരിക്കുന്നതിൽ ഹാരപ്പൻ നാഗരികതയുടെ മറ്റൊരു പേര് എന്നറിയപ്പെടുന്നത് ഏത്? ഹാരപ്പൻ നാഗരികതയുടെ മറ്റൊരു പേരായി അറിയപ്പെടുന്നത് സിന്ധു നദീതട സംസ്കാരമാണ്. സിന്ധു നദീതട സംസ്കാരം. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്. എന്നാൽ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഓപ്ഷൻ സി അമേരിക്കയാണ് കേട്ടോ. അമേരിക്കയാണ് ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം, അമേരിക്ക. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ 1857 വിപ്ലവത്തിലെ പരിണിത ഫലങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. 1858 രാജ്ഞിയുടെ വിളംബരം ശരിയാണ്. ഗവർണർ ജനറൽ സ്ഥാനത്തിന് പകരം വൈസ്രോയ് സ്ഥാനം നിലവിൽ വന്നു, അതും ശരിയാണ്. 1858 വിക്ടോറിയ രാജ്ഞി അധികാരമേറ്റു, അതും ശരിയാണ്. വൈസ്രോയ്മാർക്ക് പകരമായി സ്റ്റേറ്റ് സെക്രട്ടറിമാരെ നിയമിച്ചു, അത് തെറ്റാണ്. ഓപ്ഷൻ 4 മാത്രമാണ് ഇവിടുത്തെ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, തിരുവിതാംകൂർ, തിരുക്കൊച്ചി, കേരളം എന്നീ ഭരണഘടനകളുടെ സാരഥിയായിരുന്ന ഏക വ്യക്തി. തിരുവിതാംകൂർ, തിരുക്കൊച്ചി, കേരളം എന്നീ ഭരണഘടകങ്ങളുടെ സാരഥിയായിരുന്ന ഏക വ്യക്തി പട്ടം താണുപിള്ളയാണ് കേട്ടോ. ഓപ്ഷൻ എ പട്ടം താണുപിള്ളയാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, മനോഹരമായ കാഴ്ചകൾ അവൻ അവിടെ കണ്ടു. ഈ വാക്യത്തിലെ തെറ്റായ പ്രയോഗം ഏത്? മനോഹരങ്ങളായ കാഴ്ചകൾ അവൻ അവിടെ കണ്ടു. ഈ വാക്യത്തിൽ തെറ്റായ പ്രയോഗമാണ് ഏത്? മനോഹരങ്ങളായ. മനോഹരമായ എന്നാണ് മനോഹരങ്ങളായ എന്ന് പറയില്ല. പോയറ്റിക് ട്രിനിറ്റി എന്നതിന്റെ മലയാളം, കവിത്രയം എന്നാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, മനസാന്നിധ്യം പിരിച്ചെഴുതിയാൽ മന പ്ലസ് സാന്നിധ്യം എന്നാണ് വരിക. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, കളത്രം എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? കളത്രം എന്ന പദത്തിന്റെ അർത്ഥം ഭാര്യ എന്നാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. കളത്രം എന്ന പദത്തിന്റെ അർത്ഥം ഭാര്യ എന്നാണ്. അടുത്ത ചോദ്യം, ഇടങ്കോലിടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഇടങ്കോലിടുക എന്ന ശൈലിയുടെ അർത്ഥം എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഇന്ത്യ ഹാസ് എ ഗ്ലോറിയസ് ഹെറിറ്റേജ്. ഭാഷ
ശരിയായ പരിഭാഷ ഏത് എന്നാണ് ചോദ്യം. ശരിയായ പരിഭാഷ: ഇന്ത്യ ഹാസ് എ ഗ്ലോറിയസ് ഹെറിറ്റേജ്. ഭാരതത്തിന്റെ പാരമ്പര്യം തിളക്കമുള്ളതാണ്. മഹത്തായ ഇന്ത്യയുടെ ചരിത്രം. ഭാരതത്തിന് ഒരു മഹത്തായ പൈതൃകമുണ്ട്. ഇന്ത്യക്ക് ഒരു സുവർണ സംസ്കാരമുണ്ട്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഭാരതത്തിന് ഒരു മഹത്തായ പൈതൃകമുണ്ട്. ഒറ്റപ്പദം എഴുതുക. സുമിത്രയുടെ പുത്രൻ. സുമിത്രയുടെ പുത്രൻ എന്നുള്ളതിന് ഒറ്റപ്പദം സൗമിത്രി എന്നാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. വിപരീത പദം ഏത്? ഉജ്ജ്വലം. ഉജ്ജ്വലം എന്നുള്ളതിന്റെ വിപരീത പദം എന്നുള്ളത് എന്താണ്? അലസം എന്നാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അലസം. അലസം എന്നുള്ളതാണ് ഉജ്ജ്വലത്തിന്റെ വിപരീത പദം. ശരിയായ പദം ഏത്? ശരിയായ പദം ഏത്? ദശരഥൻ. ദശരഥൻ എന്നുള്ളതിന് ഓപ്ഷൻ എ ആണ് ശരിയായ പദം. അടുത്ത ചോദ്യം: മനീഷ എന്ന പദത്തിന്റെ അർത്ഥം. മനീഷ എന്ന പദത്തിന്റെ അർത്ഥം ബുദ്ധി എന്നാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. മനീഷ എന്ന പദത്തിന്റെ അർത്ഥം ബുദ്ധി എന്നാണ്. രോഗി ഡോക്ടർ. വിദ്യാർത്ഥി എന്താണ് വരിക? അധ്യാപകനാണ് വരിക. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി അധ്യാപകൻ. അടുത്ത ചോദ്യം: ഒരാൾ 6 മീറ്റർ തെക്കോട്ട് സഞ്ചരിച്ച് ശേഷം 8 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിക്കുന്നു. എന്നാൽ അയാൾ ഇപ്പോൾ യാത്ര ആരംഭിച്ചിടത്തു നിന്ന് എത്ര അകലെയാണ്? ഒരാൾ 6 മീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു, 8 മീറ്റർ കിഴക്കോട്ട് 6 മീറ്റർ തെക്കോട്ട് 6 മീറ്റർ തെക്കോട്ട് പിന്നീട് എന്ത് ചെയ്തു? 8 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. എന്നാൽ ഇയാൾ ഇപ്പോൾ എത്ര യാത്ര ആരംഭിക്കുന്നിടത്ത് നിന്നും എത്ര അകലെയാണ്? ഇവിടെ 6, ഇവിടെ 8, ഇവിടെ എന്ത് കിട്ടും? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടും. നമുക്കിത് ചെയ്താൽ 10 ആണ് കിട്ടുക. √6² + 8² എന്ന് പറയുന്നത് കിട്ടും √100 എന്ന് കിട്ടും. 10 മീറ്റർ ആണ് ഇവിടെ ശരിയായ ഉത്തരം. അടുത്തത് വ്യത്യസ്തമായത് ഏത്? ഓപ്ഷൻ എ കണ്ണുകൾ, വിരലുകൾ, കാലുകൾ, ചെവികൾ. ഇതില് വിരലുകളാണ് എന്ത്? വ്യത്യസ്തമായത് കേട്ടോ. ഓഡ് വൺ ഔട്ട് വിരലുകളാണ്. അടുത്ത ചോദ്യം: കുട്ടന്റെ അച്ഛൻ ഗീതയുടെ സഹോദരിയാണ് എങ്കിൽ ഗീത കുട്ടന്റെ ആരാണ്? കുട്ടന്റെ അച്ഛൻ എന്ന് പറയുന്നത് ഗീതയുടെ സഹോദരനാണ്. ഗീതയുടെ സഹോദരനാണ് എങ്കിൽ ഗീത കുട്ടന്റെ ആരാണ്? അമ്മായിയാണ് കേട്ടോ. ഓപ്ഷൻ എ. നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യം വന്നാൽ ഡയഗ്രാം വരച്ചിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പൊ അമ്മായിയാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്തത് വ്യത്യസ്തമായത് ഏത്? 73, 63, 53, 43. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ബാക്കിയെല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്. അതിനെ നമുക്ക് ഘടകങ്ങളാക്കാൻ പറ്റില്ല. 63നെ നമുക്ക് ഘടകങ്ങളാക്കാം. അടുത്ത ചോദ്യം: 8 + 8 × 8 + 8 ഡിവിഷൻ ആണ് കേട്ടോ ഇവിടെ വരുന്നത്. ഡിവിഷൻ ആണ്. ഡിവിഷൻ × 8 - 8. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 8 / 8. അപ്പൊ ഇവിടെ 1 ആയി. 1 × 8 നമ്മൾ 8 ചെയ്യണു. 8 + 8 - 8 എന്ന് വരും. 8 + 8 - 8 = 8 ആണ് ഉത്തരം വരിക. നമ്മൾ ബോഡ് മാസ് റൂൾ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുക. ബോഡ് മാസ് റൂൾ. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. 8.
അടുത്ത ചോദ്യം, ഒരു വ്യക്തി നിശ്ചിത തുകയായ 6351 രൂപ 7 വർഷത്തേക്ക് 5% വാർഷിക പലിശ നിരക്കിൽ ബാങ്കിൽ നിക്ഷേപിച്ചു. അത്രയും വർഷത്തേക്കുള്ള സാധാരണ പലിശ കണക്കാക്കുക. ഇവിടെ നമുക്ക് 6351 ഇൻറ്റു 5/100 PNR/100 ആണല്ലേ, ഇൻറ്റു 7 കണക്കാക്കിയാൽ നമുക്ക് ഉത്തരം കിട്ടും. ഇവിടെ ഓപ്ഷൻ 2,2,2,2.85 രൂപയാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഇവിടെ 10, 6, 2 ശ്രേണിയിലെ അടുത്ത പദം അല്ലെങ്കിൽ 4ാമത്തെ പദം ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഇവിടെ 4 കുറഞ്ഞാണ് വരുന്നത്. അപ്പൊ 2 - 4 എന്ന് പറയുമ്പോൾ -2. ബി ആണ് ശരിയായ ഉത്തരം. സമയം 8:40 ക്ലോക്കിലെ കണ്ണാടിയിലെ പ്രതിബിംബം എത്ര? കണ്ണാടിയിലെ പ്രതിബിംബമാണ് ചോദിച്ചിട്ടുള്ളത്. 8:40 വരെയാണെങ്കിൽ നമുക്ക് എന്ത് വരും? 3:20 ആണ് കേട്ടോ ക്ലോക്കിലെ പ്രതിബിംബം എന്ന് പറയുന്നത്. സമയത്തിന്റെ പ്രതിബിംബം 3:20. അടുത്ത ചോദ്യം, 0.08 ഇൻറ്റു 0.5 പ്ലസ് 0.9 ഈക്വൽ ടു. ഇവിടെ നമ്മൾ ബോഡ് മാസ് റൂൾ അപ്ലൈ ചെയ്യുക. അവിടെ നമുക്ക് 0.08 ഇൻറ്റു 0.5 ആദ്യം കണക്കാക്കണം. നമുക്ക് എന്ത് കിട്ടും? 0.04 എന്ന് കിട്ടും അല്ലെ. 0.04 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അതിന്റെ കൂടെ 0.9 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 0.94 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഒരു സംഖ്യയുടെ 5ൽ ഒരു ഭാഗത്തോട് 4 കൂട്ടിയത് അതേ സംഖ്യയുടെ 4ൽ ഒരു ഭാഗത്തിൽ നിന്ന് 10 കുറച്ചതിന് സമമാണ്. സംഖ്യ ഏതാണെന്നാണ് ചോദ്യം. ഒരു സംഖ്യയുടെ 5ൽ ഒരു ഭാഗത്തോട് എന്ത് ചെയ്തു? 4 കൂട്ടിയത് അതേ സംഖ്യയുടെ 4ൽ ഒരു ഭാഗത്തിൽ നിന്ന് 10 കുറച്ചതിന് സമമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും? 1/4 x - 1/5 സമം 14 എന്ന് കിട്ടും അല്ലെ. 14 എന്ന് കിട്ടും. 1/5 നിന്നും 1/4 കുറയ്ക്കാം. 1/4 മൈനസ് 1/5 കണക്കാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 - 4 ഡിവൈഡഡ് ബൈ 20 എന്ത് കിട്ടും? 1/20 x എന്നാണ് കിട്ടുക. വിച്ച് ഈസ് ഈക്വൽ ടു 14. x എന്ന് പറയുന്നത് 14 × 20 എന്ത് കിട്ടും? 280 ആണ് ശരിയായ ഉത്തരം. 280 ഓപ്ഷൻ ഡി ആണ് കേട്ടോ ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, 36 തൊഴിലാളികൾ ഒരു പ്രത്യേക ജോലി 18 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. 27 തൊഴിലാളികൾ സമാനമായ ജോലി എത്ര ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കുക? 34 തൊഴിലാളികൾ ഉണ്ട്. അവരൊരു ജോലി 36 പേര് എന്ത് ചെയ്യും? ഒരു പ്രത്യേക ജോലി 18 ദിവസം കൊണ്ട് ചെയ്യും. എന്നാൽ 27 തൊഴിലാളികൾ സമാനമായ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും എന്നാണ് ചോദ്യം. അവര് 24 ദിവസം കൊണ്ട് ചെയ്യും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, 24 ദിവസം കൊണ്ട് ചെയ്യും. അടുത്ത ചോദ്യം,
19 കിലോഗ്രാം അരി 20 പേർക്ക് വീതിച്ചു. ഓരോരുത്തർക്കും എത്ര കിലോഗ്രാം കിട്ടി? 19 കിലോഗ്രാം അരി 20 പേർക്ക് വീതിച്ചു. ഓരോരുത്തർക്കും എത്ര കിലോഗ്രാം വീതം കിട്ടി എന്നുള്ളതാണ്. 19 ഡിവൈഡഡ് ബൈ 20 കണക്കാക്കിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഉത്തരം കിട്ടും. ഓപ്ഷൻ ബി ആണ്. 0.95 ആണ് ശരിയായ ഉത്തരം. അടുത്തത്, ഒരു പരീക്ഷയ്ക്ക് പാസ്സാകണമെങ്കിൽ 50% മാർക്ക് ലഭിക്കണം. ഒരു കുട്ടിക്ക് 172 മാർക്ക് കിട്ടിയപ്പോൾ 28 മാർക്കിന്റെ കുറവ് കൊണ്ട് വിജയിച്ചില്ല എങ്കിൽ ആകെ മാർക്ക് എത്ര? അൻപത് ശതമാനം ഒരു കുട്ടിക്ക് കിട്ടിയ മാർക്ക് 172 മാർക്ക് കിട്ടിയപ്പോൾ 28 മാർക്കിന്റെ കുറവ് കൊണ്ടാണ് വിജയിക്കാതിരുന്നത്. അപ്പൊ 50% ആവണമെങ്കിൽ എന്ത് ചെയ്യണം? 172/28 കണക്കാക്കണം. നമുക്ക് എന്ത് അറിയാം? ശരിയൊരു എറർ വന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ 200 മാർക്കാണ് എന്ത്? 50% എന്ന് പറയുന്നത്. 200 മാർക്കാണ് 50%. അപ്പൊ 100% മുഴുവൻ മാർക്ക് എത്രയിലാണ് ആകെ മാർക്ക് എന്ന് ചോദിച്ചാൽ ഇരട്ടി 400 ആണ് ആകെ മാർക്ക് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 0.347ന്റെ ഭിന്നരൂപം ഏതാണ്? ഭിന്നരൂപം 347 ഡിവൈഡഡ് ബൈ 1000 ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, Meera usually dash the church twice in a month. മീര സാധാരണയായിട്ട് ഒരു മാസത്തിൽ 2 തവണ ചർച്ച് വിസിറ്റ് ചെയ്യുന്നതാണ് നമുക്ക് പറയേണ്ടത്. അപ്പൊ വിസിറ്റിന് നമ്മൾ വിസിറ്റ്സ് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ഇതിന്റെ ടാഗ് ക്വസ്റ്റ്യൻ ആണ്. ഷാൽ വി ആണ് വരിക. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ദ ചിൽഡ്രൻ എൻജോയ്ഡ് ഡാഷ് ഓഫ് നേച്ചർ. എന്താണ് കുട്ടികൾ എൻജോയ് ചെയ്തത്? എൻജോയ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഹാവ് യു റെഡ് ഒതല്ലോ? ഇതിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ ദ ടീച്ചർ ആസ്ക്ഡ് മീ വെദർ ഐ ഹാഡ് റെഡ് ഒതല്ലോ എന്നുള്ളതാണ്. ഹാവ് യു റീഡ് ഒതല്ലോ? അതിന് നമ്മൾ പാസ്റ്റ് ടെൻസിലാക്കും. വെദർ ഐ ഹാഡ് റെഡ് ഒതല്ലോ. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. കവിത റോട്ട് എ നോവൽ. ചേഞ്ച് ദ വോയിസ്. ഇത് ആക്റ്റീവ് വോയിസ് ആണ്. അപ്പൊ നമ്മൾ പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ ദ നോവൽ വാസ് റിട്ടൺ ബൈ കവിത. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ദ സിനോണിം ഓഫ് പ്രിമിറ്റീവ്. പ്രിമിറ്റീവിന്റെ സെയിം അർത്ഥം വരുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ഏൻഷ്യന്റ് ആണ് അതേ അർത്ഥം വരുന്നത്. ഈസ് ദ ഫ്രേസൽ വെർബ് ടോളറേറ്റ്. ടോളറേറ്റിന്റെ ഫ്രേസൽ വെർബാണ് പുട്ട് അപ്പ് വിത്ത്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സഫിക്സ്. സഫിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറകിൽ ചേർക്കുന്നതാണ്. എൻകറേജ്, ഡിസ്ലൈക്ക്, ഇംപോസിബിൾ ഇതെല്ലാം പ്രിഫിക്സിൽ പെടുന്നതാണ്. സക്സസ്ഫുൾ ആണ് സഫിക്സിൽ. 78 ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, വൺ ഹൂ ലവ്സ് മാൻകൈൻഡ്. വൺ ഹൂ ലവ്സ് മാൻകൈൻഡ് എന്ന് പറയുന്നത് ഫിലാന്ത്രോപ്പിസ്റ്റ് ആണ് കേട്ടോ. ഫിലാന്ത്രോപ്പിസ്റ്റ് ബി ആണ് ശരിയായ ഉത്തരം. ഫിലാന്ത്രോപ്പിസ്റ്റ്. വിച്ച് വൺ ഈസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേൾഡ്? ബ്രോഷർ. ബ്രോഷർ. ബ്രോഷറിന്റെ ശരിയായ സ്പെല്ലിംഗ് ആണ് ഓപ്ഷൻ എ. ബ്രോഷർ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, സ്വത്ത് സാക്ഷാത്കാര സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ. സെൽഫ് ആക്ച്വലൈസേഷൻ സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞനാണ് ആര്? എബ്രഹാം മാസ്ലോ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ബി. ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ വ്യക്തിത്വത്തിന് 3 തലങ്ങളുണ്ട്. ഇവയിൽ ഒന്നാണ് ഇദ്. ഇദ് പ്രവർത്തിക്കുന്നത് സുഖേച്ഛയുടെ അടിസ്ഥാനത്തിൽ, നൈതിക ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ, ഇവയൊന്നുമല്ല യാഥാർത്ഥ്യ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ. ഇത് ഓപ്ഷൻ
എ സുഖേച്ഛയുടെ അടിസ്ഥാനത്തിൽ ഉള്ളതാണ് എന്ത് ഇതെന്ന് പറയുന്നത്. സെൽഫ്, എന്റെ മാത്രം സന്തോഷത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതാണ് ഇതെന്ന് പറയുന്നത്. അടുത്തത്, ഓർമ്മയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്തത് ഏത്? കുട്ടികൾക്ക് വസ്തുക്കൾ ഓർത്തെടുക്കാനും പ്രയോഗിക്കാനും കഴിയുന്നത് മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ്. കാണാപ്പാഠം പഠിക്കുന്നത് ഹ്രസ്വകാല ഓർമ്മകളേക്കാൾ ദീർഘകാല ഓർമ്മകളിൽ സൂക്ഷിക്കാൻ പര്യാപ്തമാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ യോജിക്കാത്തത് അല്ലെ. ആശയങ്ങൾ ശ്രേണീബദ്ധങ്ങളായി ക്രമീകരിക്കുന്നത് ഓർമ്മകളിൽ നിലനിർത്തുന്നതിന് അനുയോജ്യമാണ്. വൈവിധ്യമുള്ള പഠനാനുഭവങ്ങൾ ലഭിക്കുന്നത് ദീർഘകാലം ഓർമ്മിക്കുന്നതിന് സഹായകമാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ വരാം. അടുത്ത ചോദ്യം, പ്രൈമറി ക്ലാസ്സുകളിൽ പഠനം എങ്ങനെയായിരിക്കണമെന്ന് ചില പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. അവയിൽ നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നത് ഏതാണ്? പഠനോപകരണങ്ങൾ ഉപയോഗിച്ച് വിശദീകരിച്ചു കൊടുക്കണം. കുട്ടികൾ ഉള്ളടക്കം ലഭിക്കുന്നതിനായിരിക്കണം പ്രാധാന്യം നൽകേണ്ടത്. എല്ലാ യൂണിറ്റുകളും പൂർണ്ണമാകുന്നതിനായിരിക്കണം പ്രഥമ പരിഗണന. കുട്ടികളുടെ അന്വേഷണത്തിനും ചിന്തയ്ക്കും പ്രാധാന്യമുള്ള പഠന പ്രവർത്തനങ്ങൾ നൽകണം. ഇവിടെ യോജിക്കാൻ കഴിയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. കുട്ടിയുടെ അന്വേഷണത്തിനും ചിന്തകൾക്കും പ്രാധാന്യമുള്ള പഠന പ്രവർത്തനങ്ങൾ നൽകണം. അടുത്ത ചോദ്യം, സാമൂഹിക പഠനം എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ ആര്? ആൽബർട്ട് ബന്ദുരയാണ് സാമൂഹിക പഠനം എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ചത്. അടുത്ത ചോദ്യം, എറിക് എറിക്സന്റെ സാമൂഹിക വികാസവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധി ഘട്ടമാണ് സന്നദ്ധത അല്ലെങ്കിൽ കുറ്റബോധം. ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ കുട്ടിയെ പ്രാപ്തനാക്കുന്നത് ഏതാണ്? തടസ്സം നിൽക്കുന്നത് ഏതാണ്? കുട്ടിയുടെ അന്വേഷണത്വരയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നൽകണം. ചെറിയ വിജയങ്ങളായാലും അംഗീകരിക്കണം. കൂട്ടായ കളികളെ പ്രോത്സാഹിപ്പിക്കണം. ക്ലാസ്സുകളിൽ തന്നെ കൂടുതൽ സമയം വരുത്തി പ്രവർത്തനങ്ങൾ നൽകണം. ഓപ്ഷൻ ഡി ആണ് ഇവിടെ തടസ്സം നിൽക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ ഉത്തരം. അടുത്ത ചോദ്യം, കുട്ടി തന്റെ മുന്നറിവിന്റെയും അനുഭവത്തിന്റെയും അടിസ്ഥാനത്തിൽ പുതിയ അറിവിനെ അഥവാ അനുഭവത്തെ വ്യാഖ്യാനിക്കുന്നത് പിയാഷെ ഉപയോഗിക്കുന്ന പദം താഴെ പറയുന്നതിൽ ഏതാണ്? ഇവിടെ സ്വാംശീകരണമാണ് കേട്ടോ. സ്വാംശീകരണമാണ് പിയാഷെ ഉപയോഗിക്കുന്ന പഠനം എന്ന് പറയുന്നത്. എമിലി എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? റൂസോ ആണ് കേട്ടോ. എമിലി എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് റൂസോ ആണ്. അടുത്ത ചോദ്യം, പ്രായോഗിക ബുദ്ധിമാപനം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? പ്രായോഗിക ബുദ്ധിമാപനം ആദ്യമായി അവതരിപ്പിച്ചത് ആൽഫ്രഡ് ബിനെ ആണ് കേട്ടോ. ആൽഫ്രഡ് ബിനെ. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ആൽഫ്രഡ് ബിനെ. ഫലപ്രദമായ പഠനത്തിന് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്കൂൾ അന്തരീക്ഷം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്കൂൾ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം പരിഗണിക്കേണ്ട ഘടകം ഏതാണെന്നാണ് ചോദ്യം. പഠനം ആഹ്ലാദകരമായ അനുഭവമാക്കി മാറ്റുന്നതിനുള്ള ആസൂത്രണം. പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം ലഭിക്കുന്നത്. കുട്ടികളോട് അനുതാപവും വ്യക്തിബന്ധവും സൂക്ഷിക്കുന്ന അധ്യാപകർ. കുട്ടികളുടെ ക്ഷേമത്തോടൊപ്പം അധ്യാപകരുടെ ക്ഷേമവും പരിഗണിക്കുന്നത്. ഇവിടെ ഏറ്റവും അവസാനം പരിഗണിക്കേണ്ട ഘടകം ഓപ്ഷൻ ഡി ആണ്. കുട്ടികളുടെ ക്ഷേമത്തോടൊപ്പം അധ്യാപകരുടെ ക്ഷേമവും പരിഗണിക്കുന്നത്. അടുത്ത ചോദ്യം, ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം രൂപപ്പെടുത്തിയ മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് രൂപപ്പെടുത്തിയ മനഃശാസ്ത്രജ്ഞൻ ഹവാർഡ് ഗാർണർ ആണ് കേട്ടോ. ഹവാർഡ് ഗാർണർ. അടുത്ത ചോദ്യം, ആശയ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്തത് ഏത്? അനുയോജ്യമായ ഉദാഹരണങ്ങളോടൊപ്പം അനുയോജ്യമല്ലാത്ത ഉദാഹരണങ്ങൾ നൽകുന്നത് ആശയ രൂപീകരണത്തിന് തടസ്സം സൃഷ്ടിക്കും. അത് ശരിയാണ്. അത് നമുക്ക് യോജിക്കാൻ കഴിയാത്തതാണ്. നൽകുന്ന ആശയങ്ങൾ വ്യക്തവും മൂർത്തവുമായ ഉദാഹരണങ്ങളോട് കൂടിയതായിരിക്കണം. അത് ശരിയാണ്.
പഠിച്ച ആശയങ്ങൾ പുതിയ സാഹചര്യത്തിൽ പ്രയോഗിക്കാനുള്ള സന്ദർഭങ്ങൾ ഒരുക്കണം. അതും കുട്ടിയുടെ ആശയങ്ങൾ ഉറപ്പിക്കാൻ നമ്മളെ സഹായിക്കും. പുതിയ ആശയങ്ങളെ കുട്ടിക്ക് അറിയാവുന്ന സമാനമായ മുൻ ആശയവുമായി ബന്ധിപ്പിക്കണം. അതും ശരിയാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ നമുക്ക് യോജിക്കാൻ കഴിയാത്തത്. അടുത്ത ചോദ്യം, മനുഷ്യൻ ജനിക്കുന്നത് ഭാഷാ പഠന സംവിധാനത്തോടു കൂടിയാണെന്ന് പറഞ്ഞ ഭാഷാ ശാസ്ത്രജ്ഞനാണ് ആര്? നോം ചോസ്കി അല്ലെ? ഓപ്ഷൻ സി, നോം ചോസ്കിയാണ് ഭാഷാ പഠന സംവിധാനവുമായിട്ടാണ് ഒരു മനുഷ്യൻ ജനിക്കുന്നത് എന്ന് പറഞ്ഞത്. അടുത്ത ചോദ്യം, വിമർശനാത്മക ചിന്തയുമായി പൊരുത്തപ്പെടാത്തത് ഏത്? വിമർശനാത്മക ചിന്തയുമായി പൊരുത്തപ്പെടാത്തത് ശരിയുത്തരത്തിലേക്ക് കുട്ടിയെ നയിക്കുക. അത് വിമർശനാത്മക ചിന്തയുമായി പൊരുത്തപ്പെടാത്തതാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് ഉയർന്ന പരിഗണന നൽകുക, കുട്ടിയുടെ പ്രതികരണങ്ങൾക്ക് വിശദീകരണം ആവശ്യപ്പെടുക, കുട്ടിയുടെ ബുദ്ധിപരമായ ജിജ്ഞാസയെ പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, അനുയോജ്യമല്ലാത്ത കൈത്താങ് ഏതാണ്? ഒന്ന്, കുട്ടിക്ക് സൂചനകൾ നൽകി സഹായിക്കുക, സ്വയം ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നൽകുക, ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ചോദ്യങ്ങളിലൂടെയും നിർദ്ദേശങ്ങളിലൂടെയും സ്വയം ആശയം രൂപീകരിക്കുന്നതിന് സഹായിക്കുക, കുട്ടിക്ക് ശരിയായ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇവിടെ സ്കാഫോൾഡിംഗ് അല്ലെങ്കിൽ അനുയോജ്യമായ കൈത്താങ്ങിൽ പെടാത്തത് ഓപ്ഷൻ ഡി ആണ്. കുട്ടിക്ക് ശരിയായ ആശയങ്ങൾ പറഞ്ഞ് കൊടുക്കുക എന്നുള്ളത്. അടുത്തത്, പാഠ്യപദ്ധതി ചാക്രികാരോഹണത്തിലാവണം എന്ന് നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ജെറോം എസ് ബ്രൂണർ ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, ജെറോം എസ് ബ്രൂണർ. കുട്ടികളിൽ നൈതികത രൂപപ്പെടുത്തുന്നതിന് നിങ്ങൾ തീരെ പരിഗണിക്കാനിടയില്ലാത്തത്. കുട്ടികളെ നൈതികത രൂപപ്പെടുത്തുന്നതിന് നിങ്ങൾ തീരെ പരിഗണിക്കാനിടയില്ലാത്തത് നിയമങ്ങൾ ലംഘിക്കുന്ന അല്ലെങ്കിൽ മറ്റു കുട്ടികളെ കളിയാക്കുന്ന കുട്ടിക്ക് ലഘുവായ ശിക്ഷ നൽകും. ഓരോ കുട്ടിക്കും മികച്ച പരിഗണന നൽകും. കുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ ക്ഷമയോടെ കേൾക്കും. സഹപ്രവർത്തകരോടും കുട്ടികളോടും പരസ്പര ബഹുമാനത്തോടെ ഇടപെടും. കുട്ടികളെ നൈതികത രൂപപ്പെടുത്തുന്നതിന് തീരെ പരിഗണിക്കാൻ പറ്റാത്തത് ഏതാണ്? പാടില്ലാത്തത് നിയമങ്ങൾ ലംഘിക്കുന്ന മറ്റു കുട്ടികളെ അല്ലെങ്കിൽ മറ്റു കുട്ടികളെ കളിയാക്കുന്ന കുട്ടിക്ക് ലഘുവായ ശിക്ഷ നൽകുന്നതാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഭാഷയ്ക്കും ചിന്തയ്ക്കും വ്യത്യസ്തമായ ജനിതക വേരുകളാണ് ഉള്ളത്. വീണ്ടും വികാസം പ്രാപിക്കുന്നത് വ്യത്യസ്ത വഴികളിലൂടെയും സ്വാതന്ത്ര്യവുമാണ്. ഭാഷാ വികസനത്തെ കുറിച്ച് ഈ കണ്ടെത്തലുകൾ ആരുടേതാണ്? വൈഗോട്സ്കിയുടേതാണ് കേട്ടോ. ഭാഷയ്ക്കും ചിന്തയ്ക്കും വ്യത്യസ്തമായ ജനിതക വേരുകളാണ്. രണ്ടും വികാസം പ്രാപിക്കുന്നത് വ്യത്യസ്ത വഴികളിലൂടെയാണ്. അതുപോലെ അത് സ്വതന്ത്രവുമാണ്. ഇത്തരത്തിലുള്ള ഭാഷാ വികസനത്തെ കുറിച്ചുള്ള കണ്ടെത്തലുകൾ വൈഗോട്സ്കിയുടെയാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. സമായോജക തന്ത്രങ്ങളിൽ ഒന്നാണ് പ്രക്ഷേപണം. പ്രക്ഷേപണവുമായി യോജിക്കുന്നത് ഏതാണ്? സമായോജക തന്ത്രം. ഇതിന് എന്താ പറയാ, പീഡനാനുഭവങ്ങളെ അബോധ മനസ്സിലേക്ക് തള്ളുക, സ്വന്തം പ്രവൃത്തി കൊണ്ടുള്ള പരാജയങ്ങൾക്ക് മറ്റു കാരണങ്ങൾ കണ്ടെത്തുക, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെ എന്ന മനോഭാവം, കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന രീതി. ഇതിൽ പ്രക്ഷേപണവുമായി ബന്ധപ്പെട്ടത് സ്വന്തം പ്രവൃത്തി കൊണ്ടുള്ള പരാജയങ്ങൾക്ക് മറ്റു കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്തത്, ഏതൊരു തരം വിലയിരുത്തലിലാണ് അതീത ചിന്തയുടെ സാധ്യതകൾ ഉള്ളത്? ഓക്കെ, അതീത ചിന്ത, മെറ്റാകോഗ്നിഷൻ എന്നുള്ളത് വിലയിരുത്തൽ തന്നെ പഠനം എന്നുള്ളതാണ് കേട്ടോ. വിലയിരുത്തൽ തന്നെ പഠനം എന്നുള്ളതാണ് അതീത ചിന്തയുടെ സാധ്യതകളിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എത്ര മാർക്ക് സ്കോർ കിട്ടിയെന്ന് കമന്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.